Spearman's rank correlation. Spearman's rank correlation. ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റ് ചാൾസ് എഡ്വേർഡ് സ്പിയർമൻ്റെ പേരിലാണ് ഈ ഒരു മെഷർ ഓഫ് കോറിലേഷൻ അറിയപ്പെടുന്നത്. 1904 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാ സമയത്തും നമുക്ക് അനാലിസിസ് ചെയ്യാനുള്ള ഡേറ്റ, അപ്പോൾ കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ള വേരിയബിൾസ് ക്വാണ്ടിറ്റേറ്റീവ് ആണെന്നില്ല. അതായത് ന്യൂമറിക്കൽ വാല്യൂസിലായിരിക്കില്ല എക്സ്പ്രസ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള മെഷർമെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ബ്യൂട്ടി, ഇൻ്റലിജൻസ് ഒക്കെ നമുക്ക് ഒരിക്കലും ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാത്ത വേരിയബിൾസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള വേരിയബിൾസിൻ്റെ കോറിലേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ റാങ്ക് കോറിലേഷൻ ഉപയോഗിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന വേരിയബിൾസിൻ്റെ ഒറിജിനൽ വാല്യൂസ് മാറ്റി അതിന് റാങ്കുകൾ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അത് തമ്മിലുള്ള കോറിലേഷൻ കണ്ടുപിടിക്കുന്നത്. സോ ഈ ഒരു മെഷർ ഓഫ് കോറിലേഷനിൽ നമുക്ക് തന്നേക്കുന്ന വേരിയബിൾസിൻ്റെ വാല്യൂസിനെ നമ്മൾ ആദ്യം റാങ്ക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം അത് തമ്മിലുള്ള കോറിലേഷൻ കണ്ടുപിടിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു മെത്തേഡ് വഴി കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നോക്കാം. R is equal to 1 minus 6 sigma di square divided by n into n square minus 1. ഈ ഡിനോമിനേറ്ററിനെ വേണമെങ്കിൽ നമുക്ക് n ക്യൂബ് മൈനസ് n എന്ന് എഴുതാം. അതായത് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ n ഇൻറ്റു n സ്ക്വയർ എന്ന് പറയുന്നത് n ക്യൂബ് ആണ്, മൈനസ് n ഇൻറ്റു 1 എന്ന് പറയുന്നത് n ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിനെ നമുക്ക് n ക്യൂബ് മൈനസ് n ഇട്ടും ചെയ്യാം. ഡി എന്ന് പറഞ്ഞാൽ റാങ്ക് ഡിഫറൻസ് ആണ്, റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസ്. n ഇസ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. സ്പിയർമൻ്റെ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് +1 തൊട്ട് -1 വരെ വേരി ചെയ്യാം. ഇപ്പോൾ +1 ആണെങ്കിൽ ദെയർ ഇസ് പെർഫെക്റ്റ് അസോസിയേഷൻ ഓഫ് റാങ്ക്, 0 ആണെങ്കിൽ ദെയർ ഇസ് നോ അസോസിയേഷൻ ബിറ്റ്വീൻ ദ റാങ്ക്സ്, ആൻഡ് ഇഫ് ഇറ്റ് ഇസ് -1 ഇറ്റ് മീൻസ് എ പെർഫെക്റ്റ് നെഗറ്റീവ് അസോസിയേഷൻ ഓഫ് റാങ്ക്. ഈ ഒരു മെഷറിൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് ഉള്ളത്. ഒന്ന്, നമുക്ക് ആക്ച്വൽ റാങ്ക്സ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നേക്കും. ഒരെണ്ണം നമുക്ക് റാങ്ക്സ് തരില്ല, നമ്മൾ റാങ്ക്സ് കണ്ടുപിടിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ആക്ച്വൽ റാങ്ക്സ് തന്നേക്കുന്ന കേസാണ്. വെൻ ആക്ച്വൽ റാങ്ക്സ് ആർ ഗിവൺ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദ റാങ്കിങ് ഓഫ് 10 countries in international tourism expenditure in a gap of decade are given below. ഇപ്പോൾ കൺട്രീസ് തന്നിട്ടുണ്ട്, ഓരോ കൺട്രീസിൻ്റെയും റാങ്ക്സും തന്നിട്ടുണ്ട്. 1985 റാങ്കും 1995 റാങ്കുമാണ്. കമ്പ്യൂട്ട് ദ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. ആദ്യം നിങ്ങൾ തന്നേക്കുന്ന ക്വസ്റ്റ്യനെ ഒരു ടേബിളാക്കി മാറ്റുക. ഫസ്റ്റ് കോളത്തിൽ കൺട്രീസ് കൊടുക്കുക, സെക്കൻഡ് കോളത്തിൽ റാങ്ക് ഇൻ 1985 കൊടുക്കുക, അവിടെ R1 എന്ന് എഴുതുക. ഇതാണ് നമ്മുടെ R1. ദെൻ അടുത്ത കോളത്തിൽ റാങ്ക് ഇൻ 1995 കൊടുക്കുക, അതാണ് നമ്മുടെ R2 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് വേണ്ടത് 1 - 6 sigma d square divided by n cube minus n, അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ n ഇൻറ്റു n സ്ക്വയർ മൈനസ് n ആണ്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് d ആണല്ലേ. d കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് d. അപ്പോൾ അത് തമ്മിൽ മൈനസ് ചെയ്യാം. ഇവിടെ R1 മൈനസ് R2 ചെയ്യുമ്പോൾ 1 - 1 is 0, 2 - 2 is 0, 4 - 3 is 1, 3 - 4 is -1, 10 - 5 is 5, 5 - 6 is -1. അപ്പോൾ നിങ്ങൾ മൈനസ് സൈൻ ഇഗ്നോർ ചെയ്താലും കുഴപ്പമില്ല, നമ്മൾ d സ്ക്വയർ എടുക്കുന്നതുകൊണ്ട് എന്തായാലും ആ നെഗറ്റീവ് സൈൻ അവിടെ നിന്ന് പോവും. അപ്പോൾ d കണ്ടുപിടിച്ചതിന് ശേഷം d സ്ക്വയർ എടുക്കുക, d സ്ക്വയർ എടുത്തിട്ട് അതിനെ സം ചെയ്യുക. അപ്പോൾ നമുക്ക് 32 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വാല്യൂ ഓഫ് d സ്ക്വയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ d സ്ക്വയറിൻ്റെ വാല്യൂ നിങ്ങൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും. ഇവിടെ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? എത്ര കൺട്രീസ് ഉണ്ടോ അത്രയുമാണ് ഇവിടുത്തെ n. ഇവിടെ ഇപ്പോൾ 10 കൺട്രീസ് ആണ്, അപ്പോൾ 10 ആണ് ഇവിടുത്തെ n എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അപ്പോൾ ആദ്യം ഇക്വേഷൻ എഴുതുക. R is equal to 1 minus 6 sigma d square divided by n cube minus n. ഇനി അതിലേക്ക് കിട്ടിയ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. d സ്ക്വയർ എന്ന് പറയുന്നത് 32 ആണ്, അപ്പോൾ d സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 32 ഇട്ട് കൊടുക്കുക. അതുപോലെ n ക്യൂബ് എന്ന് പറയുമ്പോൾ 10⁻³ ആണ്. 10⁻³ is 1000, 1000 minus 10. അപ്പോൾ നമുക്ക് 990 എന്ന് ഡിനോമിനേറ്ററിൽ കിട്ടും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ 1 മൈനസ് എന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് മാത്രമേ ചെയ്യാവുള്ളൂ. 192 ഡിവൈഡഡ് ബൈ 990 ചെയ്യുമ്പോൾ നമുക്ക് 0.194 എന്ന് കിട്ടും. ഇനി 1 മൈനസ് 0.194 ചെയ്യുക, അപ്പോൾ 0.806 ആണ് നമുക്ക് കിട്ടുന്ന കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. 0.806 എന്ന് പറയുന്ന വാല്യൂ 1നോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വാല്യൂ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദർ ഇസ് ഹൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ ദ റാങ്ക്സ്.
ആക്ച്വൽ റാങ്ക്സ് ഗിവൺ ആണെങ്കിൽ എങ്ങനെയാണ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് റാങ്ക്സ് തന്നിട്ടില്ലാത്ത കേസാണ് നോക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചിട്ടുണ്ട്. ഫ്രം ദ ഫോളോയിങ് ഡേറ്റ ഫൈൻഡ് ഔട്ട് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ആൻഡ് ഇൻ്റർപ്രറ്റ് ദ റിസൾട്ട്. അപ്പോൾ ഇവിടെ 1 to 10 റോൾ നമ്പേഴ്സ് ഉള്ള കുട്ടികളുടെ മാർക്സ് ഇൻ അക്കൗണ്ടിങ്ങും മാർക്സ് ഇൻ കോസ്റ്റിങ്ങുമാണ് കാണിച്ചിട്ടുള്ളത്. റാങ്ക്സ് അല്ല തന്നേക്കുന്നത്, അവരുടെ ആക്ച്വൽ മാർക്സ് ആണ്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ റാങ്ക്സ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനെ ഈ ഒരു ടേബിളിൻ്റെ ഫോമാറ്റിലാക്കണം. ഫസ്റ്റ് കോളത്തിൽ മാർക്സ് ഇൻ അക്കൗണ്ടിങ് കൊടുക്കുക, സെക്കൻഡ് കോളത്തിൽ മാർക്സ് ഇൻ കോസ്റ്റിംഗ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ആക്ച്വൽ മാർക്സിൽ നിന്ന് അതിൻ്റെ റാങ്കുകൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ തേർഡ് കോളത്തിൽ റാങ്ക്സ് ഇൻ അക്കൗണ്ടിങ് കൊടുക്കാം. അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഹയ്യസ്റ്റ് മാർക്കിന് വേണം ഹയ്യസ്റ്റ് റാങ്ക് കൊടുക്കാൻ. അപ്പോൾ മാർക്സ് ഇൻ അക്കൗണ്ടിങ് നോക്കുമ്പോൾ 90 ആണ് അവിടെ കിട്ടിയേക്കുന്ന ഹയ്യസ്റ്റ് മാർക്ക്. അതിന് നേരെ നിങ്ങൾ ഫസ്റ്റ് റാങ്ക് കൊടുക്കുക, 1 എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ടുള്ള മാർക്ക് ഏതാണ്? 88 ആണ്. സെക്കൻഡ് ഹയ്യസ്റ്റ് മാർക്ക് 88. അപ്പോൾ സെക്കൻഡ് റാങ്ക് 88ന് നേരെ കൊടുക്കുക. പിന്നെ തേർഡ് റാങ്ക് എന്ന് പറയുന്നത് 85 ആണ്. അപ്പോൾ അതിന് നേരെ 3 കൊടുക്കുക. പിന്നെ 80 ആണ് വന്നേക്കുന്നത്, 80ക്ക് നേരെ 4 കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് ലോവസ്റ്റ് മാർക്കിനാണ് ഏറ്റവും താഴെയുള്ള റാങ്ക് 10 കിട്ടുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾ റാങ്ക്സ് ഇൻ കോസ്റ്റിങ്ങും കണ്ടുപിടിക്കണം. ഹയസ്റ്റ് മാർക്കിന് നേരെ ഫസ്റ്റ് റാങ്ക്, പിന്നെ ഉള്ളതിന് നേരെ സെക്കൻഡ് റാങ്ക്, അങ്ങനെ ലോവസ്റ്റ് മാർക്കിന് ഏറ്റവും താഴെയുള്ള റാങ്ക് 10 കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ R1ഉം R2ഉം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇക്വേഷനിൽ ആവശ്യം d² ആണ്, സിഗ്മ d² ആണ് അല്ലേ? അപ്പോൾ d എങ്ങനെ കിട്ടും? ഡിഫറൻസ് ഇൻ റാങ്ക് ആണ്. അപ്പോൾ R1 മൈനസ് R2 ചെയ്യുക. 6 മൈനസ് 6 ഈസ് ഈക്വൽ ടു 0. 7 മൈനസ് 8 ഈസ് ഈക്വൽ ടു -1. അങ്ങനെ നിങ്ങൾ റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഏറ്റവും താഴെയുള്ള റോ വരെ കാണുക. അതിനുശേഷം ഈ കിട്ടിയ ഡിഫറൻസിനെ സ്ക്വയർ ചെയ്യുക. 0ന് നേരെ 0 തന്നെ എഴുതുക. -1ൻ്റെ സ്ക്വയർ -1, ദെൻ 0 0 0, ദെൻ 1 0 1 0 1. ഇങ്ങനെയാണ് നിങ്ങൾ സ്ക്വയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന d². അപ്പോൾ സിഗ്മ d² എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് ആവശ്യമായിട്ടുള്ള സിഗ്മ d² കിട്ടി. ഇനി ഇതിൻ്റെ വാല്യൂ നിങ്ങൾ നേരെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 0.976 എന്ന് കിട്ടും. നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് 10 വരുന്ന ക്വസ്റ്റ്യനിലൊക്കെ നിങ്ങൾക്ക് ഡിനോമിനേറ്റർ ആയിട്ട് 990 തന്നെയാണ് വരുന്നത്. അതങ്ങ് കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ജസ്റ്റ് പിന്നെ ഇക്വേഷൻ എഴുതിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് 990 എന്ന് എഴുതി വെക്കാം. 0.976 എന്ന് പറയുന്നത് 1നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വാല്യൂ ആണ്. അപ്പം നമുക്ക് പറയാം there is high degree of positive correlation between ranks in accounting and rank in costing.